Welcome back, my dear students, on a new lecture on basic topology. So, previous lecture we have defined product topology and understood that Rn under usual topology and Rn under product topology are actually same. Now we are moving on to the new section called subspaces. So, as the term suggests, subspaces is denoted by a subtopology defined on a subset. നമ്മൾ സാധാരണ ഏതൊരു ഓൾജിബ്രൈക് സ്ട്രക്ചർ പറഞ്ഞാലും വി ഡിഫൈൻ ഇറ്റ് സബ്സ്പേസ്. ഒരു വെക്റ്റർ സ്പേസ് പറയുകയാണെങ്കിൽ ആ വെക്റ്റർ സ്പേസിൻ്റെ ഏതെങ്കിലും ഒരു സബ്സെറ്റ് ഡസ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദ സെയിം കണ്ടീഷൻ ആസ് ദ വെക്റ്റർ സ്പേസ്. അങ്ങനെയുള്ള സബ്സെറ്റുകളെയാണ് നമ്മൾ സബ്സ്പേസ് എന്ന് വിളിക്കുന്നത്. Similar in the case of group. ഏതെങ്കിലും ഒരു സബ്സെറ്റ് which satisfies all the properties of a group is called a subgroup. Similar in the case of ring, field, etc. So ഇതിൻ്റെ അകത്തെല്ലാം the common idea is that if a subset which satisfies all the properties of the algebraic structure itself, then it is called the subspace. Okay. Similar idea is actually defined here. നമ്മൾ ഇവിടെ സബ്സ്പേസിൻ്റെ കേസിൽ ടോപ്പോളജിയുടെ കേസിൽ സബ്സ്പേസിൻ്റെ കേസിൽ we are looking for a subset in which we can define a topology. So the concept here is let X be a space and tau be a topology on X and Y be a subset of X. Now the question is, can tau induce a topology on Y? So നമ്മൾ X എന്ന് പറയുന്ന ഒരു സെറ്റിൻ്റെ അകത്ത് നമുക്ക് ടോപ്പോളജി നമ്മൾ ഡിഫൈൻ ചെയ്തു ടോ. ഓക്കെ, നമ്മൾ ഇനി എക്സിൻ്റെ ഒരു സബ്സെറ്റ് വൈ എടുക്കുമ്പോൾ ഈ വൈക്കകത്ത് വൈ എക്സിൻ്റെ സബ്സെറ്റാണ്. സോ എക്സിൻ്റെ അകത്തെ എല്ലാ സബ്സെറ്റുകളും കുറേ സബ്സെറ്റുകളാണ് ടോയ്ക്കകത്തുള്ളത്. ആ സബ്സെറ്റുകളൊന്നും ഇൻ ജനറൽ വൈയുടെ സബ്സെറ്റ് ആകണമെന്നില്ല. സോ ഇൻ ജനറൽ ടോ മേ നോട്ട് ബി എ ടോപ്പോളജി ഇൻ വൈ. ഓക്കെ, നൗ വൈ ഈസ് എ സബ്സെറ്റ് ഓഫ് എക്സ് ആണെങ്കിൽ ക്യാൻ സംഹൗ വി മേക്ക് ടോ ഇൻറ്റു എ ടോപ്പോളജി ഇൻ വൈ. ഏതെങ്കിലും ഒരു എലമെൻറ്റ് റിമൂവ് ചെയ്തോ, ഏതെങ്കിലും എലമെൻറ്റിന് ആഡ് ചെയ്തില്ല, ഏതെങ്കിലും എലമെൻറ്റ് റിമൂവ് ചെയ്തോ, ഏതെങ്കിലും എലമെൻറ്റിനെ അഡ്ജസ്റ്റ് ചെയ്തോ, സംഹൗ ടോ ഇൻഡ്യൂസസ് എ ടോപ്പോളജി ഇൻ വൈ. ഈസ് ദാറ്റ് പോസിബിൾ? അങ്ങനെ പോസിബിൾ ആകുന്ന ടോപ്പോളജികളെയാണ് നമ്മൾ സബ്സ്പേസ് എന്ന് വിളിക്കുന്നത്. സോ വിച്ച് മീൻസ് ദാറ്റ് യു ആർ ഗിവൺ എ സെറ്റ് ആൻഡ് ഡിഫൈൻ എ ടോപ്പോളജി ടോ ഓൺ വൈ. And if you consider a subset y of x, the same topology tau on x induces another topology on the subset y of x. Okay, അങ്ങനെയുള്ള ടോപ്പോളജീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സബ്സ്പേസസ് എന്ന് വിളിക്കുന്നത്. Now the question is how we do this. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു സബ്സ്പേസ് ഡിഫൈൻ ചെയ്യുന്നത്? ദിസ് ഈസി. നമ്മൾ ടോയെ നമ്മൾ വൈക്കകത്തേക്കാണ് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത്. സോ ഇതാണ് നമ്മുടെ എക്സ്, ഇതാണ് നമ്മുടെ വൈ. ഓക്കെ, സോ എക്സിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്ത കുറേ ക്ലാസ് ഓഫ് സബ്സെറ്റുകളാണ് ടോയ്ക്കകത്തെ മെമ്പേഴ്സ്, ടോപ്പോളജിക്കകത്തെ മെമ്പേഴ്സ്. നൗ വി ഹാവ് ടു റെസ്ട്രിക്ട് ദം ഓൺ ടു ദിസ് വൈ. എങ്ങനെയാണ് വൈയിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്? വൈയിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ക്വയറ്റ് ഈസി. അപ്പോൾ നമ്മുടെ ഓപ്പൺനെസ് നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ നമ്മൾ ടോപ്പോളജി ഇൻ വൈ ഡിഫൈൻ ചെയ്യുമ്പോൾ ക്ലിയർലി tau should contain y and phi. നമ്മൾ ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. കാരണം നമ്മൾ ഈ ടോ ഇപ്പോൾ എക്സിലുള്ള ടോപ്പോളജി ആയിരുന്നു വിച്ച് കണ്ടെയ്ൻസ് phi and x. Now we are trying to define or induce another topology tau which is generated from this topology on this y. അപ്പോൾ അതിൻ്റെ അകത്ത് ഫുൾ സ്പേസ് y ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് എപ്പോഴും എന്ത് കാണും? y and empty set. Now the question is,
നമുക്ക് വേണ്ട സെറ്റുകളെല്ലാം വൈയുടെ സബ്സെറ്റുകളാണ്. നമുക്ക് ഇപ്പോൾ ടോയ്ക്കകത്തുള്ളത് എക്സിന്റെ സബ്സെറ്റുകളാണ്. നമുക്ക് ഇതിനെ എല്ലാം വൈയുടെ സബ്സെറ്റുകളാക്കണം. വൈയുടെ സബ്സെറ്റുകളാക്കണമെന്നുണ്ടെങ്കിൽ വൈയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? റെസ്ട്രിക്ട് ചെയ്യണം, വൈയിലേക്ക് ചുരുക്കണം. ഓക്കെ, സോ ദ ഈസിയസ്റ്റ് വേ ടു ഡു ദാറ്റ്, ഇഫ് യു ഈസ് let's say if V is some open set in tau, define V intersection Y. V intersection Y എന്ന് ഡിഫൈൻ ചെയ്താൽ അപ്പോൾ നമുക്ക് ഇപ്പോൾ V ഇങ്ങനെയുള്ള ഒരു സെറ്റ് ആണെന്ന് വെച്ചോളൂ, വിച്ച് ഈസ് ആക്ച്വലി സബ്സെറ്റ് ഓഫ് X. അപ്പോൾ V intersection Y എന്ന് എടുക്കുമ്പോൾ only this part which trivially is a subset of Y. Okay, now Y should be open in this set, this topology, and V is open, which means that it is in general made it to be an open set. So this is how we define the subspace. നമുക്കൊരു ടോപ്പോളജി ഉണ്ട് which is defined on X. If we want to define a new topology on the subset Y of that set X, the easiest way to do is take any open set tau on X, V on tau. Now take the intersection of that open set with Y. Now we get a relative open set, what you call a relative open set with respect to Y. അതായത് എക്സിലുള്ള ടോപ്പോളജിക്കകത്തെ ഒരു ഓപ്പൺ സെറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കിപ്പോൾ വൈയുമായിട്ട് ഇന്റർസെക്ഷൻ എടുത്തപ്പോൾ വി ഗെറ്റ് എ ന്യൂ ഓപ്പൺ സെറ്റ് വിച്ച് ഈസ് ഡിഫൈൻഡ് ഓൺ വൈ, വിച്ച് ഈസ് ആക്ച്വലി എ സബ്സെറ്റ് ഓഫ് വൈ. ഓക്കെ, നൗ ഇഫ് വി ഡിഫൈൻ tau to be the collection of all these type of sets, tau is actually a topology. So we can formally define, ഇതിന് രണ്ടിനും സെയിം പേര് കൊടുക്കണ്ട, let's call this as U. Script U is a topology on Y which is induced from this tau which is defined on X, which is defined as collection of all sets V subset of Y such that V is equal to some U intersection Y where U is an open set in tau or U belongs to tau. അതായത് ടോയ്ക്കകത്തെ ഓരോ മെമ്പറിനും കറസ്പോണ്ടിങ് ആയിട്ട് വി ക്യാൻ ഡിഫൈൻ എ ന്യൂ മെമ്പർ ഇൻ ദ ന്യൂ ടോപ്പോളജി U വിച്ച് ഈസ് ഡിഫൈൻഡ് ഓൺ Y ആസ് U ഇന്റർസെക്ഷൻ Y. അതായത് ഓരോ ടോയ്ക്കകത്തെ ഓരോ ഓപ്പൺ സെറ്റിനെയും നമ്മൾ വൈയുമായിട്ട് ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ എനിക്കൊരു പുതിയ സെറ്റ് കിട്ടും. ആ പുതിയ സെറ്റിന്റെ കളക്ഷൻ ആണ് നമ്മുടെ ടോപ്പോളജി. ഓക്കെ, യൂഷ്വലി ദിസ് ഈസ് ഡിനോട്ടഡ് ആസ് tau restricted to Y. ഓക്കെ, ഇതാണ് സബ്സ്പേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ടോപ്പോളജി എടുത്താൽ ഒരു ടോപ്പോളജിയെ വി ക്യാൻ റെസ്ട്രിക്ട് ദാറ്റ് ഓൺ ടു എ പർട്ടിക്കുലർ സബ്സെറ്റ്. എക്സിൻ്റെ ഒരു സബ്സെറ്റിലേക്ക് ഒരു ടോപ്പോളജിയെ റെസ്ട്രിക്ട് ചെയ്തൊരു പുതിയ ടോപ്പോളജി ഡിഫൈൻ ചെയ്യാം. The definition is like this, and that topology, tau restricted to Y, is called a subspace of the topology tau. And this tau restricted to Y is called the relative topology, relative or subspace topology. Topology on Y induced by tau. ടോ എന്ന് പറഞ്ഞ ടോപ്പോളജിയിൽ നിന്നാണ് ഇത് ജനറേറ്റഡ് ആകുന്നത്. ടോയെ വൈയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? റെസ്ട്രിക്ട് ചെയ്യുമ്പോഴാണ് ഈ ടോപ്പോളജി കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ദ ടോപ്പോളജി വൈ ടോ റെസ്ട്രിക്റ്റഡ് ടു വൈ ഈസ് കോൾഡ് എ സബ്സ്പേസ് ഓഫ് എക്സ് ടോ. എക്സ് ടോ എന്ന് പറഞ്ഞ ടോപ്പോളജിയുടെ ഒരു സബ്സ്പേസ് ആണ് വൈ ടോ റെസ്ട്രിക്റ്റഡ് ടു വൈ, and it is obtained by relativizing tau to Y. ടോ എന്ന് പറഞ്ഞ ടോപ്പോളജിയെ എക്സിൽ ഡിഫൈൻ ചെയ്ത ടോപ്പോളജിയെ വൈയുടെ ടേംസിലാക്കുമ്പോൾ അല്ലെങ്കിൽ വൈയിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോഴാണ്, റിലേറ്റീവ് ടു വൈ ആക്കുമ്പോഴാണ് നമുക്കിങ്ങനെ ഒരു ടോപ്പോളജി കിട്ടുന്നത്. നൗ നമ്മളിത് വളരെ ട്രിവിയലായിട്ട് പറഞ്ഞു ദിസ് ഈസ് എ ടോപ്പോളജി എന്ന്.
വി ഹാവ് ടു പ്രൂവ് ദറ്റ്. കാരണം ഇങ്ങനെ ഒരു ടോപ്പോളജി ഉണ്ട് എന്ന് പറഞ്ഞാലും ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈസ് all the properties of topology. So it's a topology on Y. Okay. So understand two things. ഒന്നാമത് ഇതിൻ്റെ അകത്തെ ഓപ്പൺ സെറ്റുകൾ, ഇതിൻ്റെ മെമ്പേഴ്സിൻ്റെ ഫോർമാറ്റ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ. നൗ ഇത് ടോപ്പോളജി ആകണമെങ്കിൽ വി നീഡ് 3 കണ്ടീഷൻസ്. ഫസ്റ്റ്, phi belongs to tau restricted to Y, because phi is equal to phi intersection Y. Okay, because phi belongs to tau. കാരണം tau എന്ന് പറയുന്നത് എക്സിനകത്തെ ടോപ്പോളജിയാണ്, അതിൻ്റെ അകത്ത് എപ്പോഴും phi ഉണ്ട്. phi intersection Y എടുത്താൽ phi എന്ന് കിട്ടും, which belongs to tau restricted to Y. tau restricted to Y ക്കകത്ത് എല്ലാ മെമ്പേഴ്സും some u intersection Y എന്നുള്ള ഫോർമാറ്റ് ആണ്, where u belongs to this. And second thing, x belongs to, x അല്ല, ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് y ആണ്. സോ y belongs to tau restricted to Y. y can be written as x intersection Y. നമ്മുടെ ഫുൾ സെറ്റ് x എപ്പോഴും ടോയ്ക്കകത്തെ മെമ്പറാണ്. ഓക്കെ, എക്സിൻ്റെ ഒരു സബ്സെറ്റ് ആണ് y. സോ x ഇന്റർസെക്ഷൻ y എന്നുള്ളത് എപ്പോഴും y-ക്കകത്തെ മെമ്പറാണ്. ഈ ഫോർമാറ്റിൽ വരുന്ന എല്ലാ ഓപ്പൺ സെറ്റുകളും, എല്ലാ സെറ്റുകളും എവിടത്തെ മെമ്പേഴ്സ് ആണ്? tau restricted to Y-ക്കകത്തെ മെമ്പേഴ്സ് ആണ്. സോ y is a member of tau restricted to Y. Okay. So next condition, this is the first property. And the second property is arbitrary union of members of tau restricted to Y belongs to this. So let set I belongs to I, be a family of open sets in tau restricted to Y. We have to prove that its union belongs to this. We have to prove that its union I belongs to I, AI belongs to tau restricted to Y. ഇനി ഇതെല്ലാം tau restricted to Y-ക്കകത്തെ മെമ്പേഴ്സ് ആണ്. tau restricted to Y-ക്കകത്തെ മെമ്പേഴ്സിൻ്റെ എല്ലാം ഫോർമാറ്റ്, റിലേറ്റീവ് ടോപ്പോളജിക്കകത്തെ ഫോർമാറ്റ് എപ്പോഴും സം എ അല്ലെങ്കിൽ എക്സ് അല്ലെങ്കിൽ സം യു ഇന്റർസെക്ഷൻ വൈ എന്നുള്ളതാണ്. സോ എ ഈസ് ആക്ച്വലി AI ഈസ് ആക്ച്വലി ഈസ് ഈക്വൽ ടു സം BI ഇന്റർസെക്ഷൻ വൈ, വേർ BI ബിലോങ്സ് ടു tau ഫോർ ഓൾ I ബിലോങ്സ് ടു I. ഓക്കെ, ഇതിനെല്ലാം BI-ക്കകത്തെ ഓപ്പൺ സെറ്റിനെ വൈയുമായിട്ട് എടുക്കുന്ന ഇന്റർസെക്ഷൻ ആണ് ഇത്. ഓക്കെ, ആൻഡ് ഓൾസോ BI, set BI, I belongs to I, belongs to tau implies tau is a topology. Union I belongs to I, BI belongs to tau. ഇതിൻ്റെ യൂണിയനും ടോയ്ക്കകത്തെ മെമ്പറാണ്. സോ ദിസ് ഈസ് എ മെമ്പർ ഓഫ് tau. നൗ ഇതിൻ്റെ യൂണിയൻ മെമ്പേഴ്സ് ഓഫ് tau restricted to Y എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. സോ യൂണിയൻ I belongs to I, AI is equal to, ഇനി AA നമുക്ക് BA ഇന്റർസെക്ഷൻ Y എന്ന് എഴുതാം. സോ യൂണിയൻ I belongs to I, BI intersection Y. So this is actually union I belongs to I, BI intersection Y. Okay. ഇനി this is actually a member of tau. We can call it as B. So this is of the form some B intersection Y, where B is a member of tau. So clearly ഇതിനെ B intersection Y എന്ന രീതി എഴുതാൻ പറ്റും, where B is a member of tau. So this belongs to, that is union I belongs to I, AI belongs to tau restricted to Y, relative topology. Okay, so our condition Y, it is closed under arbitrary union. So next, the third condition, it is closed under finite intersection. Okay, അതിനു വേണ്ടി let A1, A2, etc. A and B finite sets which belongs to tau restricted to Y.
then AI is of the form BI intersection Y, where BI belongs to tau, where I varies from 1, 2, 3, etc. n. Okay, this is the idea. അപ്പോൾ ഇതിൻ്റെ intersection വേണം. So intersection I varies from 1 to n, AI is equal to intersection I varies from 1 to n. AIക്ക് പകരം BI intersection Y എന്നില്ല. So BI intersection Y. So this is actually intersection I is equal to 1 to n BI intersection Y. Now BI I belongs to tau. BI B1 B2 etc. Bn ടോയ്ക്കകത്തെ മെമ്പർ ആണ്. Tau is closed under finite intersection ആയതുകൊണ്ട് intersection I is equal to 1 to n BI is again a member of tau. Okay, so this is of the form B intersection Y, where B is this. So ഇതിനെ B intersection Y രീതിയിൽ എഴുതാൻ പറ്റും. So which means that intersection I is equal to 1 to n AI belongs to tau restricted to Y. So this is closed under finite intersection, closed under arbitrary union, and Y and phi belongs to tau. So which means that tau restricted to Y is a topology. Okay, അപ്പോൾ ഇത് ടോപ്പോളജി ആണെന്ന് കൃത്യമായിട്ട് മനസ്സിലായി. സോ നമുക്ക് ഒരു സെറ്റ് എടുക്കുന്നു, സെറ്റിനകത്ത് ഒരു ടോപ്പോളജി ഡിഫൈൻ ചെയ്യുന്നു. നൗ ടേക്ക് എനി സബ്സെറ്റ് ഓഫ് ദാറ്റ് സെറ്റ്. നൗ വി ക്യാൻ റെസ്ട്രിക്ട് ദിസ് ടോപ്പോളജി ഓൺ ടു Y and form a new topology by taking the intersection of every open set in tau with Y or relativizing with respect to Y. This forms a new topology called subspace topology of this X tau. Okay, this is the idea. Now let's move on to some examples. As an example, consider the usual topology tau on R square. R square and the usual topology we consider. Okay. Now, this is induced by the usual metric D of xy is equal to square root of summation I is equal to 1 to 2 xi minus yi the whole square. This metric induce ചെയ്യുന്ന topology ആണ് usual topology. Now, we have a topology on R, which is a usual topology. So what we are going to establish is tau restricted to R is the usual topology on R. ടോയെ ആറിലോട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടോപ്പോളജി യൂഷ്വൽ ടോപ്പോളജി ആണ്. ആറിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്യുന്ന യൂഷ്വൽ ടോപ്പോളജി ആണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിനു വേണ്ടി let script u be the usual topology on R. നമുക്ക് സ്ക്രിപ്റ്റ് യുവും ടോ ബൈ ആറും സെയിം ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ we have to prove that script u is equal to tau restricted to R. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി u is a subset of tau restricted to R and tau restricted to R is a subset of u. ഇത് രണ്ടുമാണ് നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, അതിനുവേണ്ടി യുവിൻ്റെ അകത്തെ ബേസ് മെമ്പേഴ്സ്, ബേസിസിൻ്റെ അകത്തെ മെമ്പേഴ്സ് ഇല്ല, ടോ ബൈ ആറിൻ്റെ അകത്തെ മെമ്പേഴ്സ് ആണെന്ന് പ്രൂവ് ചെയ്താണ്. കാരണം യുവിൻ്റെ അകത്തെ എല്ലാ ഓപ്പൺ സെറ്റുകളെയും ജനറേറ്റ് ചെയ്യുന്നത് ബേസിസ് മെമ്പേഴ്സാണ്. സോ യുവിൻ്റെ അകത്തെ ബേസിസ് മെമ്പേഴ്സ് എല്ലാം ടോ ബൈ ആറിൻ്റെ അകത്തുണ്ടെങ്കിൽ യുവിൻ്റെ അകത്തെ എല്ലാ ഓപ്പൺ സെറ്റുകളും ടോ ബൈ ആറിൻ്റെ അകത്ത് ഉണ്ടാകും. തിരിച്ച് ടോ ബൈ ആറിൻ്റെ അകത്തെ എല്ലാ ഓപ്പൺ സെറ്റുകളും യുവിൻ്റെ അകത്ത് ഉണ്ടെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ടോ ബൈ ആർ ഇസ് എ സബ്സെറ്റ് ഓഫ് യു എന്ന് കിട്ടും. സോ ദിസ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു. സോ യൂഷ്വൽ ടോപ്പോളജി ടോ ഓൺ ആർ സ്ക്വയർ എടുക്കുക, അതിനെ ആറിലോട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു സബ്സ്പേസ് ടോപ്പോളജിയാണ്, വിച്ച് ഈസ് ആക്ച്വലി സെയിം ആസ് ദ യൂഷ്വൽ ടോപ്പോളജി ഓൺ ആർ. ദിസ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു എസ്റ്റാബ്ലിഷ്. We need some terminologies for that. For every x element of R,
is equivalent to saying that x0 on r square. എല്ലാ റിയൽ നമ്പറിനെയും ഓർഡേഡ് പെയർ x0 എന്ന രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, നൗ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ടോ റെസ്ട്രിക്റ്റഡ് ടു ആറിൻ്റെ അകത്തെ എല്ലാ മെമ്പേഴ്സും ഈസ് ഓഫ് ദ ഫോം സം u intersection r, where u is an open set in r square. r square അകത്തെ ഓപ്പൺ സെറ്റുകളെല്ലാം ഓപ്പൺ ബോൾസിന്റെ യൂണിയനാണ്. ഓപ്പൺ ബോൾസ് എന്ന് വെച്ചാൽ r square അകത്തെ ഓപ്പൺ ബോൾസ് എന്ന് വെച്ചാൽ ഓപ്പൺ ഡിസ്കുകളാണ്. ഓക്കെ, ബൗണ്ടറി ഇല്ലാത്ത ഓപ്പൺ ഡിസ്കുകളാണ്. ഇതിന്റെ ഇൻസൈഡ് പാർട്ടാണ് ആറിൻ്റെ അകത്തെ എല്ലാ ഓപ്പൺ ബോളുകളും. ഓക്കെ, അപ്പൊ ഈ ഓപ്പൺ ബോളുകളുടെ യൂണിയനാണ് ശരിക്കും r square അകത്തെ എല്ലാ ഓപ്പൺ സെറ്റുകളും. ഓക്കെ, understand this part. So first we will prove that u is a subset of tau by r. So അതിനു വേണ്ടി uവിൻ്റെ അകത്തെ ബേസിസ് മെമ്പേഴ്സ് ബിലോങ്സ് ടു tau by r എന്ന് പ്രൂവ് ചെയ്യും. So for we will prove that every base member of u belongs to tau by r. ഇനി യു എന്ന് വെച്ചാൽ യൂഷ്വൽ ടോപ്പോളജി ആണ്. യൂഷ്വൽ ടോപ്പോളജിക്കകത്തെ ഓപ്പൺ ബോൾസ് എന്ന് വെച്ചാൽ ഓപ്പൺ ഇന്റർവെൽസ് ആണ്. ഓക്കെ, സോ ബേസ് മെമ്പേഴ്സ് ഓഫ് യു are actually open intervals. ഓക്കെ, സോ നമ്മൾ എന്താ പ്രൂവ് ചെയ്യുന്നത്? ബേസ് മെമ്പേഴ്സിൻ്റെ അകത്ത് ഉണ്ടെന്ന് വെച്ചാൽ ഓപ്പൺ ഇന്റർവെൽസ് tau by r അകത്തെ മെമ്പർ ആണെന്ന് പ്രൂവ് ചെയ്യും. അതായത് ഓപ്പൺ ഇന്റർവെൽസിനെ u ഇന്റർസെക്ഷൻ r എന്ന രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കുമെന്ന് പ്രൂവ് ചെയ്യും. കൺസിഡർ an arbitrary open interval എ ബി എന്ന് പറയുന്ന ആർബിട്രറി ഓപ്പൺ ഇന്റർവൽ എടുക്കുന്നു, വേർ എ ലെസ് ദാൻ ബി. സോ ദിസ് ഈസ് എ ബി. ഓക്കെ, സോ ദിസ് ബിലോങ്സ് ടു ടോ. എ ബി ബിലോങ്സ് ടു യു, ടോ അല്ല യു. നമുക്കിതിനെ സം യു ഇന്റർസെക്ഷൻ ആണെന്ന് എഴുതണം. യു ഇസ് എൻ ഓപ്പൺ സെറ്റ് അല്ലെ ഓപ്പൺ ഡിസ്ക് ഇൻ. സോ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നതിൻ്റെ മിഡ് പോയിന്റ് എടുക്കും. എപ്പോഴും മനസ്സിലാക്കുക, r സ്ക്വയറിൻ്റെ അകത്തെ ഓപ്പൺ ഡിസ്ക് എന്ന് വെച്ചാൽ ഡി ഓഫ് എക്സ് വൈ ലെസ് ദാൻ ആർ എന്ന് കിട്ടുന്ന കളക്ഷൻ ഓഫ് പോയിന്റ്സ് ആണ് r സ്ക്വയറിൻ്റെ അകത്തെ പോയിന്റ്സ്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് summation I is equal to 1 to 2 xi minus yi the whole square less than r. That is summation I is equal to 1 to 2 xi minus yi the whole square less than r square. That is x1 minus y1 the whole square plus x2 minus y2 the whole square less than r square. അതായത് y1 y2 സെന്റർ ആക്കിക്കൊണ്ട് ആ റേഡിയസ് ഉള്ള സർക്കിളിന്റെ പാർട്ടാണ് ഇവിടുത്തെ ഓപ്പൺ ഡിസ്ക്. സോ അത്രയും ഭാഗം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, സോ ദിസ് ഈസ് ദ ഓപ്പൺ ബോൾസ്. അപ്പോൾ നമുക്ക് ഇതിനെ എ ബിയെ ഒരു ഓപ്പൺ ബോളിൻ്റെയും ആറിൻ്റെയും ഇൻ്റർസെക്ഷൻ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു സെൻറ്റർ വേണം, ഒരു റേഡിയസ് വേണം. ഓക്കെ, ഇനി സെൻറ്റർ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, എനിക്ക് ഈ രണ്ട് പോയിന്റിൻ്റെ മിഡ് പോയിന്റ് എനിക്ക് വേണ്ട ഇത്രയും ഭാഗമാണ് എന്ത് ഇതിനകത്ത് വേണ്ടത്, നമ്മുടെ ഓപ്പൺ ബോളിൻ്റെ അകത്ത് ഇതിനെ ഇൻ്റർസെക്ഷൻ ആക്കി എഴുതേണ്ടത്. സോ ഇതിൻ്റെ മിഡ് പോയിന്റ് ഓപ്പൺ ബോൾസിൻ്റെ സെൻറ്റർ ആക്കി എഴുതാൻ. സോ ടേക്ക് an open disk in r square with center എയുടെയും ബിയുടെയും സെൻറ്റർ എന്താണ്? എ പ്ലസ് ബി ബൈ ടു. അതിനെ നമുക്ക് r സ്ക്വയറിൻ്റെ അകത്തെ പോയിന്റ്സ് ആകുമ്പോൾ എ പ്ലസ് ബി ബൈ ടു 0 എന്നുള്ള രീതിയിലാണ് എഴുതേണ്ടത്. എക്സ് ബിലോങ്സ് ടു ആർ ഈസ് ഈക്വൽ ടു x0 ഇൻ r സ്ക്വയർ. ഇനി വേണ്ടത് എ പ്ലസ് ബി ബൈ ടു ആണിത്. എ പ്ലസ് ബി ബൈ ടു തൊട്ട് ബി വരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കണം അതിൻ്റെ റേഡിയസ്. സോ ആൻഡ് റേഡിയസ് എ പ്ലസ് ബി മൈനസ് എ പ്ലസ് ബി ബൈ ടു. ഇതല്ലേ വലുത്? ബി അല്ലേ വലുത്? എ പ്ലസ് ബി ബൈ ടു ചെറുതല്ലേ? സോ വിച്ച് ഈസ് ബി മൈനസ് എ ബൈ ടു.
സോ ഇതിൻ്റെ സെൻറ്റർ ആക്കിക്കൊണ്ടും റേഡിയസ് b-a/2. എന്തുകൊണ്ടാണ് ഇത് രണ്ടും വന്നതെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദ ഓപ്പൺ ഡിസ്ക്. സോ u ഈസ് ഈക്വൽ ടു set of all xy belongs to R square such that x minus a plus b by 2 the whole square plus y minus 0 the whole square is less than b minus a by 2 the whole square. ഇതാണ് നമ്മുടെ u എന്ന് പറയുന്നത്. a plus b by 2 0 സെൻറ്റർ ആക്കിക്കൊണ്ട് b minus a by 2 റേഡിയസ് ആയി. സോ ദിസ് ഈസ് ആക്ച്വലി ഇത് a plus b by 2, this is b, this is a. Sorry. Okay, this is the open disk. ഇതാണ് എൻ്റെ ഓപ്പൺ ഡിസ്ക്. ഇതാണ് a എന്നുള്ള പോയിന്റ്, ഇതാണ് b എന്നുള്ള പോയിന്റ്. ഓക്കെ, now take open interval AB is actually U intersection R. റിയൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഈ ലൈനാണ് ആണല്ലോ. യുവിനെ ഈ ലൈനുമായിട്ട് ഇൻ്റർസെക്ഷൻ എടുത്താൽ നമുക്ക് ഈ ലൈൻ്റെ അകത്തെ പോയിന്റ്സേ വരത്തുള്ളൂ. ഈ ലൈൻ്റെ അകത്തെ പോയിന്റ്സ് എന്ന് വെച്ചാൽ എ മുതൽ ബി വരെയുള്ള പോയിന്റ്സ് ആണ്. ഓക്കെ, സോ എ ബി എ നമ്മൾ യു ഇൻ്റർസെക്ഷൻ ആർ എടുക്കാം. യു ഈസ് ഡിഫൈൻഡ് ആസ് ദിസ്. നൗ യു ഇൻ്റർസെക്ഷൻ ആർ belongs to tau by r. കാരണം യു ടോയിൻ്റെ അകത്തെ ഒരു ഓപ്പൺ പോളാണ്. സോ വിച്ച് ഇംപ്ലൈസ് ഓപ്പൺ ഇൻ്റർവൽ എ ബി ബിലോങ്സ് ടു tau റെസ്ട്രിക്റ്റഡ് ടു ആർ. സോ ഓപ്പൺ ഇൻ്റർവൽ എ ബി എന്ന് പറയുന്നത് നമ്മൾ യുവിൻ്റെ അകത്തെ ഒരു മെമ്പർ ആയിരുന്നു. ദിസ് ഇംപ്ലൈസ് ഓപ്പൺ ഇൻ്റർവൽ എ ബി ബിലോങ്സ് ടു tau റെസ്ട്രിക്റ്റഡ് ടു ആർ. ദാറ്റ് ഈസ് യു ഇസ് എ സബ്സെറ്റ് ഓഫ് tau റെസ്ട്രിക്റ്റഡ് ടു ആർ. ഫസ്റ്റ് പാർട്ടാണ്. സോ യുവിൻ്റെ അകത്തെ ബേസിൻ്റെ അകത്തെ എല്ലാ മെമ്പേഴ്സും tau by r അകത്തെ മെമ്പർ ആണെന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ, സോ വിച്ച് മീൻസ് യുവിൻ്റെ അകത്തെ എല്ലാ ഓപ്പൺ സെറ്റും tau by r അകത്തുണ്ട്. Now conversely, so we have to prove that tau by r subset of u. tau by r subset of u. അപ്പോൾ tau by r അകത്തൊരു മെമ്പർ യുവിൻ്റെ അകത്തൊരു മെമ്പർ ആണെന്ന് പ്രൂവ് ചെയ്താൽ, അല്ലെങ്കിൽ tau by r അകത്തെ ബേസിസ് മെമ്പർ ബിലോങ്സ് ടു യു പ്രൂവ് ചെയ്താൽ. സോ എവരി ബേസ് മെമ്പർ ഓഫ് tau by r ഈസ് ഇൻ യു എന്ന് പ്രൂവ് ചെയ്താൽ. ഓക്കെ, ഇനി tau by r അകത്തെ ബേസ് മെമ്പർ, tau by r അകത്തെ ഓപ്പൺ സെറ്റുകൾ എന്ന് വെച്ചാൽ ഇതുപോലത്തെ ഓപ്പൺ ഡിസ്കുകളുടെ യൂണിയനാണ്. സോ അവിടുത്തെ ബേസ് മെമ്പേഴ്സ് എന്ന് വെച്ചാൽ ഓപ്പൺ ഡിസ്കുകളാണ്. ഓക്കെ, സോ tau by r അകത്തെ ബേസ് മെമ്പർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഓഫ് ദ ഫോം v ഈസ് ഈക്വൽ ടു സം u ഇന്റർസെക്ഷൻ r വേർ u ഈസ് ആൻ ഓപ്പൺ ഡിസ്ക്. ഓക്കെ, ഓപ്പൺ ഡിസ്ക് ആണ്. ഇപ്പോൾ ഓപ്പൺ ഡിസ്ക് ആകുമ്പോൾ ദിസ് ഷുഡ് ബി ഓഫ് ദ ഫോം set of all x y such that x minus a the whole square plus y minus b the whole square less than r square. Center AB, radius r. Okay, so ഈ മെമ്പർ ഈസ് ആക്ച്വലി എ മെമ്പർ ഓഫ് യു എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. ഞാൻ പ്രൂവ് ചെയ്യുന്നത് ഈ മെമ്പർ ഈസ് ആക്ച്വലി an open interval എന്ന് പ്രൂവ് ചെയ്യും. ഓപ്പൺ ഇന്റർവൽസ് എല്ലാം യുവിൻ്റെ അകത്ത് മെമ്പർ ആയതുകൊണ്ട് സോ ദിസ് ബിലോങ്സ് ടു യു. ഓക്കെ, സോ നമ്മൾ യു ഇന്റർസെക്ഷൻ ആർ എന്നാണ് എടുക്കുന്നത്. സോ യു ഇന്റർസെക്ഷൻ ആർ വരണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഓപ്പൺ ഡിസ്കിൻ്റെ അകത്തെ സെൻറ്റർ ഷുഡ് ബി ഇൻ ദാറ്റ് സെറ്റ് റിയൽ നമ്പേഴ്സ്. എക്സ് ആക്സിസിൻ്റെ സെൻറ്റർ ആയിക്കണം. കാരണം അല്ലാതെ ആകുന്നതിൻ്റെ അകത്ത് ഒരിക്കലും നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അതിൻ്റെ എക്സ് ആക്സിസിൽ ഇല്ലെങ്കിൽ ഇതാണ് എക്സ് ആക്സിസ്, ഇവിടെയാണ് ഓപ്പൺ ഡിസ്ക് എങ്കിൽ വരുന്നതെങ്കിൽ അതും ആറുമായിട്ടുള്ള ഇന്റർസെക്ഷൻ എപ്പോഴും എം ടി സെറ്റ് ആണ്. സോ ദ ഓൺലി ഓപ്പൺ ഡിസ്ക് വിച്ച് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഈസ് ഓപ്പൺ ഡിസ്ക് സെൻറ്റേർഡ് അറ്റ് എക്സ് ആക്സിസ്. സോ ആ കേസിൽ
b is equal to 0. So in our case b is equal to എന്താണ് 0. That is, it is of the form u is equal to set of all x, y such that x minus a the whole square plus y minus 0 the whole square less than r square. ഓക്കെ, ഇനിയും ഇതും ആറുമായിട്ടുള്ള ഇന്റർസെക്ഷൻ എന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് A0 സെൻറ്റർ ആക്കിക്കൊണ്ട് ആ റേഡിയസ് ഉള്ള ഒരു സർക്കിളാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഈ സർക്കിളിനെ ആറുമായിട്ടുള്ള ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് ദിസ് ഈസ് എ, ഈ ഡിസ്റ്റൻസ് ആർ, സോ ദിസ് പോയിന്റ് ഈസ് എ പ്ലസ് ആർ, സോ ദിസ് പോയിന്റ് ഈസ് എ മൈനസ് ആർ. സോ യു ഇന്റർസെക്ഷൻ ആർ ഈസ് ആക്ച്വലി എ മൈനസ് ആർ എ പ്ലസ് ആർ എന്നുള്ള ഓപ്പൺ ഇൻ്റർവെലാണ്. ഓക്കെ, അപ്പോൾ എ മൈനസ് ആർ എ പ്ലസ് ആർ എന്നുള്ള ഓപ്പൺ ഇൻ്റർവെൽ ഈസ് ഓൾവേസ് ബിലോങ്സ് ടു യു. കാരണം ഓപ്പൺ ഇൻ്റർവെൽസ് എല്ലാം ബേസ് മെമ്പേഴ്സ് ഓഫ് യു ആണ്. സോ വിച്ച് ബിലോങ്സ് ടു യു. സോ യു ഇന്റർസെക്ഷൻ ആർ ബിലോങ്സ് ടു യു, സ്ക്രിപ്റ്റ് യു. ഇത് യു ഈസ് an open set in usual topology in R square. So which means that tau by r ന്റെ എല്ലാ മെമ്പേഴ്സും which belongs to u. So which means that tau by r is a subset of script u. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് which implies tau by r is equal to script u എന്ന് എഴുതാനായിട്ട് സാധിക്കും. സോ അതായത് നമ്മൾക്ക് മനസ്സിലായത് ആർ സ്ക്വയർ എന്നുള്ളത് ഇതിനകത്തെ യൂഷ്വൽ ടോപ്പോളജി എടുക്കുക, ടോ which restricted to R is a subspace topology is actually the usual topology on R itself. This is what we have established. This is a particular example. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സബ്സ്പേസ് ടോപ്പോളജി ഡിഫൈൻ ചെയ്യുന്നത്. നമ്മൾ എക്സിൻ്റെ അകത്ത് ഒരു ടോപ്പോളജി എടുത്തത് അതിനെ എക്സിൻ്റെ ഒരു സബ്സെറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. ഇൻ സച്ച് എ വേ ലൈക്ക് ദിസ് വി ഗെറ്റ് എ ന്യൂ ടോപ്പോളജി കോൾഡ് സബ്സ്പേസ് ടോപ്പോളജി, ആൻഡ് ഇറ്റ് ഈസ് ക്ലിയർലി എ ടോപ്പോളജി. We give one example as well. Thank you.